ഞാനും എൻ്റെ മൊബൈലും ഒറ്റക്കാവുന്നൊരു സമയം, ഞാനും എൻ്റെ ലാപ്ടോപ്പും ഒറ്റക്ക് ഇരിക്കുന്ന സമയം, ഞാനറിയാതെ ആ അപകടത്തിലേക്ക് വീണു പോകുന്നു. സത്യത്തിൽ അത് തന്നെയാണ് സുഹൃത്തുക്കളെ പോർണോഗ്രാഫി. ഈ ഇരിക്കുന്ന സദസ്സിലെ ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ അതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. കണക്കുകൾ പറയുന്നത് അങ്ങനെയാണ്. ഒരു സെക്കൻഡിൽ 28,258 ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 378 ആളുകൾ സെർച്ച് എഞ്ചിനിൽ അഡൽട്ട് നിലൊറ്റ പദം ടൈപ്പ് ചെയ്യുന്നത് 328 ആളുകളാണ്. 90% വരുന്ന ആണുങ്ങൾ, ബോയ്സ്, അവരെന്താ വെച്ചാൽ ലൈഫ് ടൈമിൽ ഒരു വട്ടെങ്കിലും പോൺ വീഡിയോസ് കാണാതിരിക്കില്ല എന്ന്. രാത്രിയായി കഴിഞ്ഞാൽ 3-ൽ 1 പോൺ സൈറ്റ് സർഫ് ചെയ്താണ്. സുബ്ഹാനല്ലാഹ്, അത്ര ഇതിൻ്റെ കണക്ക് വെറുതെ അതിശയോക്തി പറയല്ല. ഇത് സംഭവിക്കുന്ന റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കൃത്യമായി സ്റ്റാഗറിങ് ആയ സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ എവിടെയാണെന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നമ്പർ 3rd റാങ്കിങ് ആണ് പോൺ കൺസെപ്ഷനിൽ. 3ാമത്തെ റാങ്കിലേക്ക് എത്തി. അത്ര കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടും. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുന്നത് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൽ നമുക്കറിയാം ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു മാസ്റ്റർ ഉണ്ട്, ഡോപ്പമൈൻ. എല്ലാവർക്കും വേണ്ടത് സന്തോഷം അല്ലേ? സന്തോഷമായിട്ട് നിൽക്കണം, ജീവിതം അടിപൊളിയാവണം. ഈ അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞ സത്യത്തിൽ എപ്പോഴും മനുഷ്യൻ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ബ്രെയിനിലുള്ളൊരു ഫ്യൂവൽ, നമ്മൾ സാധാരണ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന പോലെ, വണ്ടിക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എത്ര മുഖ്യമാണോ, എത്ര ആവശ്യമാണോ, അത് തന്നെയാണ് ഡോപ്പമൈൻ അവിടെ നടക്കുന്നത്. ഡോപ്പമൈൻ്റെ ഒരു സെർച്ച്, അതിൻ്റെ ഏറ്റവും ഗണ്യമായി കൂടുതലവസ്ഥ പോണിലുണ്ടെന്നാണ് സത്യം. ഡോപ്പമൈൻ നമ്മുടെ സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഇപ്പോൾ ഇന്നെല്ലാവരും കുളിച്ച് വന്നാൽ ഡോപ്പമൈൻ കൂടും, ചെറിയ ലെവലിൽ കൂടും. ഇഷ്ടമുള്ള ഭക്ഷണം, ഇന്ന് ബിരിയാണി കഴിച്ചില്ലേ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ ഒരു സന്തോഷം ഉണ്ടാവും. ഇഷ്ടമുള്ള കൂട്ടുകാരുടെ കൂടെ, ഫാമിലിൻ്റെ കൂടെ ഇരിക്കുമ്പം ഡോപ്പമൈൻ ഒന്ന് കൂടും. അങ്ങനെ നമ്മൾ പറയുന്നത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും, ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് ഡോപ്പമൈൻ ഒരു ലെവൽ വരെ കൂടുന്നതാണ്. പക്ഷേ ഈ ലെവൽ കൂടുന്നത് നമ്മൾ സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന 100 യൂണിറ്റ് ആണെങ്കിൽ പോണും മാസ്റ്റുബേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 5 മടങ്ങ് 500 യൂണിറ്റ് ആയിട്ടൊക്കെ വർദ്ധിക്കും. അത്ര ഡോപ്പമൈൻ സർജ് ചെയ്തിട്ട് അത്ര കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഡോപ്പമൈൻ അവിടെ കൂടിക്കഴിഞ്ഞാൽ ഡോപ്പമൈൻ റിസപ്റ്റർ ഉണ്ട്, നമുക്കറിയാം. ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ അതിന് റിസെപ്റ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ഷട്ട് ഡൗൺ ചെയ്യപ്പെടും. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു നല്ല മഴ പെയ്യണ ഒരു സമയത്ത് നമ്മളെന്ത് ചെയ്യും? ചെറിയ ഇളങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ ജനലൊന്ന് തുറന്നു വെക്കും അല്ലേ? പൂട്ടിയുടെ ജനലൊക്കെ തുറന്നു വെച്ചാൽ ഫ്രഷ് എയർ ഉള്ളിലേക്ക് കയറും അല്ലേ? കാണുമ്പോൾ തന്നെ ഭയങ്കര സുന്ദരമായ കാറ്റ് കയറുമ്പോൾ അതങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പൊടിക്കാറ്റ് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ നമ്മൾ ആ ഷട്ടർ പൂട്ടില്ലേ? ഇതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഡോപ്പമൈൻ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ബ്രെയിനെ ഒരു പക്ഷേ ബാധിച്ചേക്കാമെന്ന് കരുതി റിസപ്റ്റേഴ്സിനെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ വീണ്ടും ഡോപ്പമൈൻ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു ഡോപ്പമൈൻ ഔട്ട്ബേഴ്സ്റ്റ് സംഭവിക്കുന്നത്. ഒരു ന്യൂറോ കെമിക്കൽ ആക്സിഡൻ്റ് ആണ് സംഭവിക്കുന്നത്. അതോടുകൂടി ആ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സത്യത്തിൽ ബ്രെയിനിൽ ചില ഏരിയാസ് ഷ്രിങ്ക് ചെയ്യപ്പെടുന്നതാണ്. ബ്രെയിൻ ഒരു ഷ്രിങ്കിങ് അവസ്ഥയിലേക്ക് മാറും. എന്തേ ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കേട്ടില്ലേ? നമ്മൾ തലച്ചോറിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ കോർട്ടെക്സ്. ആ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതെന്താ പ്രവർത്തിക്കണേ?
നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ എല്ലാ തരത്തിലുള്ള കോഗ്നിറ്റീവ് ആക്ടിവിറ്റി അല്ലെ ചിന്തിക്കുന്നത്, നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനവും സത്യത്തിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അവിടെ അതിനുള്ളൊരു പ്രശ്നം അവിടെ സംഭവിക്കുന്നു. മാത്രം വെൻട്രൽ സ്ട്രേറ്റ്, നമ്മളൊരു എപ്പോഴൊരു ബ്രെയിൻ വർക്ക് ചെയ്യുന്ന റിവാർഡ് സിസ്റ്റത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ സന്തോഷം കിട്ടണം, അതാണ് എപ്പോഴും ഈ റിവാർഡ് സിസ്റ്റത്തിലുള്ള വെൻട്രൽ സ്ട്രേറ്റിനെ അവിടെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇത് ഡാമേജ് ചെയ്യുന്നതോട് കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനോട് അഡിക്റ്റഡായി മാറുന്നു. റിവാർഡ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം, ഈ ഡോപ്പമിൻ്റെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ടാറ്റൂയിങ് സംഭവിക്കുന്നു. ടാറ്റൂയിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബ്രെയിനിൽ മാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ മാത്രമല്ല കൂടുന്നത്. ഡോപ്പമിൻ ശരിക്കും ബ്രെയിനോട് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്താ വെച്ചാൽ ഒന്ന് ഫോക്കസ്ഡ് ആവും, അലേർട്ടാവും. അപ്പോഴാണ് ആര് വരിക? നോർ എപ്പിനെഫ്രിൻ വരിക. നോർ എപ്പിനെഫ്രിൻ വരുമ്പം ചെറിയൊരു പടപടക്കലുണ്ടാവും, കണ്ടോ പോണൊക്കെ ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവും. നെഞ്ചിടിപ്പ് ചെറുതായിട്ട് അങ്ങനെ കൂടും, കാരണം സർക്കുലേഷൻ സ്പർട്ട് ചെയ്ത് പോകുമ്പോൾ നെഞ്ചിടിപ്പ് ചെറുതായിട്ട് കൂടും. ആ കൂടുന്ന സമയത്ത് വേറെ ഓക്സിറ്റോസിൻ വരും. ഓക്സിറ്റോസിൻ വേറെ ഹോർമോണാണ്. അതാണ് പലപ്പോഴും മാസ്റ്റുബേഷനിലൊക്കെ പെട്ടെന്ന് ഇജാക്കുലേറ്റ് പുറത്തു പോകുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് വരും. ഈ ഓക്സിറ്റോസിൻ റിലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെമ്മറിയിൽ സ്റ്റോർ ആവും. ഓക്സിറ്റോസിൻ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഓക്സിറ്റോസിൻ എപ്പോൾ റിലീസാണോ അത് കംപ്ലീറ്റ്ലി ബ്രെയിനിൽ അങ്ങനെ സ്റ്റോർഡ് ആവും. അപ്പോൾ ഈ പോണൊക്കെ കണ്ട് മാസ്റ്റുബേഷന് കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും ആ കണ്ട പിക്ചേഴ്സ്, ഇമേജസ്, വീഡിയോസ്, ചെയ്ത കാര്യങ്ങളൊക്കെ മുഴുവൻ അങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മ വരുമ്പോൾ എന്താവും? രാത്രിയാകുമ്പോൾ കാത്തുക്കും, റൂമിൽ ഒറ്റക്ക് കയറാൻ കാത്തുക്കും. അത് കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വീണ്ടും കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിസ്ട്രക്റ്റീവ് സ്റ്റേജ് ഉണ്ട്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാറും. അല്ലേ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു കുറേ കഴിഞ്ഞാൽ സാധാരണ ഒരു സ്റ്റേജസ് ഓഫ് ഡിസ്ട്രക്ഷൻ പറയുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് എക്സ്പോഷറാണ്. നമ്മൾ തന്നെ ഒരു വട്ടം കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വട്ടം കുറച്ച് കാണാനുള്ള ചെറിയൊരു ആഗ്രഹം വരും. അതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ അഡിക്റ്റഡായി തുടങ്ങി. ഞാൻ പറഞ്ഞു നേരത്തെ രാത്രിയാവാൻ കാത്തുക്കുക, റൂമിൽ ഉടനെ കയറി കുറ്റിയിടാൻ കാത്തുക്കുക, വീട്ടിൽ നിന്ന് എല്ലാവരും പോകാൻ കാത്തുക്കുക, ആ ഒരവസ്ഥയിലേക്ക് അഡിക്റ്റഡ് ആവും. ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എസ്കലേഷനാണ്. എസ്കലേഷൻ പറഞ്ഞാൽ പുതിയത് എന്ത് കണ്ടോ അത് പിന്നെ കാണണ്ട, അത് പഴയതായി. പിന്നെ വേറെ പുതിയത് കാണണം, അത് പഴയതാവൂലേ, വീണ്ടും പുതിയത് കാണണം. അങ്ങനെ പുതിയത് പറഞ്ഞിട്ട് അതിലേക്ക് എസ്കലേറ്റഡ് ആയി വീണ്ടും പുതിയ വീഡിയോസിലേക്ക് ആൾ കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പിന്നെന്താ വരുന്നറിയോ? പിന്നെ നേരെ ആൾക്ക് ബ്രെയിൻ ഡീസെൻസിറ്റൈസ്ഡ് ആവും. എന്ത് കണ്ടാലും പിന്നെ ആൾക്ക് എന്താ വെച്ചാൽ ആൾക്ക് എല്ലാ നിലക്കുള്ള സെക്ഷൽ അറൗസൽ അങ്ങോട്ട് പോകും. ആൾക്കുള്ള താല്പര്യം അങ്ങോട്ട് പോകും. അതായത് ഇപ്പോൾ നോർമൽ ഒരു ഇൻ്റർകോഴ്സ് വീഡിയോ കാണുന്നതിൽ അർത്ഥമില്ല, അതൊന്നും വലിയ കാര്യമില്ല. അതിനേക്കാളും അപ്പുറത്തേക്ക് എന്താണെന്നുള്ളത് നോക്കാം. അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇറിറ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, ചെറിയ പ്രൊവോക്കിങ്സിന് ആൾക്കൊരു വിഷയമല്ലാതാവും. അങ്ങനെ ഉദ്ധാരണമില്ലായ്മ വിഷയം വരും. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും പ്രീമച്യൂർ ഇജാക്കുലേഷൻ, പെട്ടെന്ന് ശീഘ്രസ്ഖലനം പറഞ്ഞ അവസ്ഥയിലേക്ക് ആളെത്തും. അപ്പോൾ ഈ ഡീസെൻസിറ്റൈസ്ഡ് ആയി മരവിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് ആൾ മാറുന്നു. അവിടുന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആള് ആക്ട് ചെയ്യും, സെക്ഷുവലി ആക്ട് ചെയ്യും. അങ്ങനെ അറിയാം, ഇപ്പോൾ കാണുന്നതൊക്കെ ഒരു സെക്ഷൽ ഓർഗനായിട്ട് ആൾക്ക് ഫീൽ ചെയ്യും. ഒന്ന് ഏതെങ്കിലും മുഴച്ച് കണ്ടാൽ അത് ആ ഒരു അവയവമാണ്. ഒന്നിങ്ങനെ ചെരിഞ്ഞിക്കണം കണ്ടാൽ അപ്പോൾ ആരെ കണ്ടാലും സെക്ഷുവലി ആൾക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ഉമ്മ പെങ്ങൾ വ്യത്യാസമില്ലാതെ മാറും. ടീച്ചറെ കണ്ടാൽ തോന്നും, ആരെ കണ്ടാലും ഒരു സെക്ഷുവലി ആൾ ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് വെച്ചാൽ റേപ്പിലേക്ക് പോകും, കുട്ടികളെ കണ്ടവരെ പീഡിയോഫീലിയയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അധപതിച്ചു പോകും. ആര്? ഈ പോണിൽ അടിമപ്പെട്ട് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പോകും സുഹൃത്തുക്കളെ. ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൾക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ കുറേണ്ട് കഴിയുമ്പം ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും ആൾ. കാരണം ഡോപ്പമിൻ ലെവൽ കൂടി അങ്ങോട്ട് വീണ സമയത്ത് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. കാരണം ആ പീക്കിലേക്ക് എത്തണം. ആ പീക്കിലേക്ക് ഡോപ്പമിൻ എത്തുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ആൾ സന്തോഷമാവുള്ളൂ. ആ പീക്കിലേക്ക് എത്തിയാൽ സന്തോഷമാവില്ല.
അപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. മാത്രമല്ല എപ്പോഴൊരു കുറ്റബോധം ഇങ്ങനെ കിടക്കും, ഗിൽറ്റ് ഫീൽ, ഭയങ്കര ഗിൽറ്റ് ഫീലോടുകൂടി ആൾ നീങ്ങുന്നു. അയാളുടെ ശരിക്കും പറയാനുള്ള സെൽഫ് എസ്റ്റീം, ആളുടെ ഒരു ആത്മാഭിമാനം തന്നെ ആൾ നഷ്ടപ്പെടും. 2 വാക്ക് നേരെന്ന് പറയാൻ നോക്കിയാൽ പറയാൻ കഴിയില്ല. ആളെ മുന്നിൽ നിന്ന് കാര്യം പറഞ്ഞാൽ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ആൾക്ക് വിറക്കും. ഒരു എന്തൊക്കെയോ എനിക്കൊന്നും കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആൾ മാറുന്നു. ഇങ്ങനെ മാറിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെ ഈ ഒരു അവസ്ഥയിലേക്കിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് എന്താണെന്നറിയോ? ആൾ വേഗം ഐസൊലേറ്റഡ് ആവും. ആളെ കൂടെ നിൽക്കൂല. ആൾക്കാരെ കൂടുമ്പോഴല്ലേ പ്രശ്നം. അപ്പോൾ ആളെ കൂടെ നിൽക്കൂല. ആളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും വെച്ചാൽ ആൾക്ക് എന്ത് വേണം? ഈ ഡോപ്പമൈൻ കറക്റ്റ് ലെവലിൽ കിട്ടണമെങ്കിൽ പിന്നെ എന്ത് വേണം? പിന്നുള്ള മാർക്ക് ഡ്രഗാണ്. കാരണം ഡ്രഗ്സ് കിട്ടണം. ഡ്രഗ്സ് സെയിം പാത്ത് വേ ആണ്. അതാണ് അതിൻ്റെ പ്രശ്നം. പോൺ, അതുകൊണ്ട് തന്നെ പോൺ ഈസ് എ ഡ്രഗ് എന്ന് പറയാൻ കാരണം. പോൺ ഈസ് എ ഡ്രഗ്. എന്താണ്? ഏത് പാത്ത് വേയിലൂടെയാണോ ഡ്രഗ് വർക്ക് ചെയ്യുക, അതേ ന്യൂറോ പാത്ത് വേയിലാണ് എന്ത് ചെയ്യണത്? ഈ പോൺ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ വേറൊരു വിഷയമുണ്ട്. ഈ പോണിൻ്റെ പാത്ത്, ഞാൻ പറയാം, പോൺ ഈസ് മോർ ദാൻ എ ഡ്രഗാണ്. ഡ്രഗിനെക്കാളും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അറിയില്ലല്ലോ, ഇത് ആരും അറിയില്ല. ഡ്രഗിനെ കണ്ട ആൾ മനസ്സിലാവും. ഫിസിക്കലി ആൾക്ക് വ്യത്യാസങ്ങൾ കാണും. ഇത് ഫുൾ ഇൻ്റലക്ച്വലി കോഗ്നിറ്റീവ്ലിയാണ് മാറ്റം ഉണ്ടാവുക. പക്ഷെ ഫിസിക്കൽ മാറ്റം ഇയാൾക്ക് കണ്ടോളുന്നില്ല. പുറമെ കാഴ്ചയിൽ ഇപ്പോൾ കണ്ടോളുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പോൺ ഈസ് മോർ ദാൻ എ ഡ്രഗാണ്. അതിനേക്കാൾ ഡ്രഗ് അഡിക്റ്റിനേക്കാളും മുകളിൽ. കാരണം തിരിച്ചറിയാതെ ആളെങ്ങനെ നീങ്ങാണ്, അയാൾ സ്വന്തം നശിക്കുകയാണ്, സ്വന്തം നശിച്ചു പോകണം സുഹൃത്തുക്കൾ. അത് ഈ നാശത്തിൽ നിന്ന് നമ്മൾ കഴിച്ചിലാവണ്ടേ. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിലാവണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാവർക്കും ഇത് അഡിക്റ്റ് ആളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും ഊരി കഴിച്ചിലാവണം. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഡാമേജ് സംഭവിച്ചില്ലേ? ഞാൻ കണ്ടല്ലോ. രാത്രിയിലേക്ക് ആരും അറിയാതെ ഒരുപാട് കണ്ടുപോയിട്ടുണ്ട്. ഉറക്കൊഴിച്ച് കണ്ടതൊക്കെ അവിടെ ബ്രെയിൻ ഡാമേജ് ആയി കിടക്കല്ലേ? ഇതൊക്കെ റിപ്പയർ ആവോ? സംശയമല്ലേ? പക്ഷേ സുഹൃത്തുക്കളെ, ആവും. തിരിച്ചു വരും. പഴയ എത്രത്തോളമായി നമ്മൾ മുമ്പ് ഇത് കാണുന്നതിന് മുന്നേ ഏതൊരവസ്ഥയിലായിരുന്നോ അതുപോലെ തിരിച്ചു വരാൻ സാധിക്കും. എങ്ങനെ? ബ്രെയിൻ പ്രത്യേകമായിട്ട് റീവയറിങ് മെക്കാനിസം ഉണ്ട്. അത് പറയാം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ബ്രെയിൻ ഭയങ്കര കണക്റ്റഡ് ആണ്. ഓരോ സെല്ലും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ഇൻ്റർ കണക്ഷൻസ് തിരിച്ചു വരാൻ കഴിയും. എന്ത് നടക്കുമ്പോൾ ഈ കാണുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ക്രമേണ ആ ഡാമേജസ് റിപ്പയർ ആയി വരും. സുബ്ഹാനല്ലാഹ്, ഒരു പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? എത്രത്തോളം ഡാമേജ് സംഭവിച്ചോ അത്രത്തോളം സമയം നമ്മൾ കാത്തുക്കേണ്ടി വരും. പക്ഷെ എന്ന് നിർത്തുന്നുവോ അന്ന് മുതൽ ഇതിൻ്റെ റിപ്പയറിങ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരണം സുഹൃത്തുക്കൾ. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഇപ്പം വേണോ ശേഷം വേണോ? ക്വിറ്റ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? അഡിക്ഷൻ അല്ലേ? അഡിക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ചിങ്ങനെ സാവകാശം കുറച്ചാൽ മതിയോ എന്നുള്ളതാണ് പലരും ചോദിക്കേണ്ടാവുക. ഇങ്ങനെ സാവകാശം ഇല്ല കൂട്ടരെ. ഇതിന് സാവകാശമില്ല. പണ്ടൊക്കെ സിഗരറ്റിനെ കുറിച്ച് പറയില്ലേ, 20 സിഗരറ്റ് വിളിച്ചിരുന്ന ആൾ ഒരു 10 മാറ്റാം, പിന്നെ 5 ആക്കാം, പിന്നെ എങ്ങനെ 1.5 അതില്ല. ഇതിന് ശരിക്കും നിങ്ങൾ റിയലി മനസ്സുകൊണ്ട് നിങ്ങളത് ആലോചിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് നിർത്തണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓൾ ഓഫ് എ സഡൻ നിർത്താൻ പറ്റും എന്ന് തന്നെയാണ്. ചെറു ചോദിക്കും, അല്ല അത് കല്യാണം കഴിച്ചാൽ പോകൂലേ? ഇതിപ്പം കല്യാണം കഴിക്കാതെ ഒറ്റക്കാരുകൊണ്ട് ഇപ്പോൾ ഈ സംഗണി നടക്കണല്ലേ? ഇതൊക്കെ വിവാഹം കഴിച്ച് ആളെ കണ്ട് വന്നാൽ ശരിയാവൂലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് തെറ്റി. എന്താണെന്നറിയോ? കല്യാണം കഴിക്കുന്ന മുന്നേ പോൺ അഡിക്റ്റഡ് ആണെങ്കിൽ കല്യാണത്തിന് ശേഷവും പോൺ അഡിക്റ്റഡ് ആയിരിക്കും. റിസർച്ചാണ് പറയണത്. 100% ആ അഡിക്ഷൻ കല്യാണത്തിൻ്റെ മുന്നേ മാറ്റിയിട്ടുണ്ടല്ലോ, വിവാഹത്തിന് ശേഷം പോൺ അഡിക്റ്റഡ് ആവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിവാഹത്തിന് മുമ്പ് പോൺ അഡിക്ഷൻ മാറ്റിയില്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം ദുസ്സഹമാവും. നിങ്ങൾക്ക് ഒരിക്കലും ആ വിവാഹ ജീവിതം ആസ്വദിക്കാൻ കഴിയും. 300% പോൺ അഡിക്റ്റഡ് ആയ ഒരാൾക്ക് 100% എന്തായാലും സംഭവിക്കുന്നതാണ്. അത്ര കാരണം എല്ലാ സ്റ്റഡീസ് പോൺ അഡിക്റ്റഡ് ഒരാൾ കല്യാണം കഴിച്ചാൽ അത് വിവാഹ ജീവിതം പരാജയമാവും. അതുകൊണ്ട് ഇപ്പം ആലോചിക്കണം സുഹൃത്തുക്കളെ, ഉടൻ
ഈ നിമിഷം പ്രോഫ്കോണിൻ്റെ ഏറ്റവും പ്രോജ്വലമായ ഈ 12 ഒക്ടോബർ 12 ഒക്ടോബർ ഏകദേശം ഇപ്പോഴത്തെ സമയം 4:32 ഇന്ന് ഈ നിമിഷം തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ ഒഴിവാക്കണം, നിർത്തണം എന്ന് ശരിക്കും ദൃഢബോധ്യത്തോടു കൂടി തീരുമാനിച്ചോളൂ. തീരുമാനിക്കല്ലേ അല്ലേ? ബിസ്മില്ലാ. അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ നോട്ട് പാഡില്ലേ അതൊന്ന് കയ്യിലെടുത്തോളൂ, ഒന്ന് കയ്യിലെടുത്തോളൂ, ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തോളൂ, എല്ലാവരും കയ്യിലെടുത്തോളൂ. ഒന്ന് കയ്യിലെടുത്തിട്ട് ഒരു 3 ചോദ്യം എന്ത് ചെയ്യണം, ആ പേപ്പർ ഒന്ന് എഴുതി കുറിക്കണം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? വൈ ഐ നീഡ് ടു വാച്ച് പോൺ. ഞാൻ ഈ പോൺ കാണേണ്ടത് എന്തുകൊണ്ട്, എന്തിനാണ് ഈ പോൺ കാണുന്നത്? ഒരു ചോദ്യം ഒന്ന് റിയലൈസ് ചെയ്യാനാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്നറിയോ? വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് മീ ടു പുട്ട് ആൻ എൻഡ് ഫോർ എവർ. എന്താണ് എനിക്ക് തടസ്സം, ഇത് നിർത്താൻ എന്താ തടസ്സം എനിക്ക്, അതൊന്ന് എഴുതിക്കോളൂ. അതിൻ്റെ കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. മൂന്നാമത്തേത്, ഇത് ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? ഇപ്പം നഷ്ടപ്പെട്ട കുറേ സംഗതിയില്ല നമുക്ക് അല്ലേ? മെമ്മറി പലപ്പോഴും നമുക്ക് തോന്നിയില്ലേ മെമ്മറിക്ക് പോരാ. 4-5 വർഷം മുന്നേ അല്ലെങ്കിൽ ഇത് പോൺ കാണുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഓർമ്മശക്തി ഇതിപ്പോൾ ഇല്ല, ഓർത്തെടുക്കാൻ കഴിയില്ല എന്ന് തോന്നില്ലേ? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ നേട്ടം നമുക്ക് കിട്ടൂല എന്നുള്ളത് നമുക്ക് നോക്കി കാണണം. അതൊന്ന് എഴുതി വെച്ചു, എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുക എന്നുള്ളത്. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ അപ്പം തോന്നും നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഐ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ. പക്ഷേ എന്ത് വേണം? ഒരു ഇൻറ്റൻഷൻ വേണം. ഇൻറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ഉദ്ദേശം വേണം. എന്താ ഉദ്ദേശം എന്നറിയോ? ഉദ്ദേശം വേണ്ടത് നമുക്ക് കണ്ണ് തന്ന പടച്ചോൻ, കാണാൻ വേണ്ടി കണ്ണ് തന്ന പടച്ചോൻ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കണ്ണ് തന്ന പടച്ചോൻ നമ്മൾ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് തീരുമാനം എടുക്കേണ്ടത്. യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. അവൻ അറിയുന്നു ഖായിനത്തുൽ അഅ്യുൻ, കണ്ണിൻ്റെ കട്ടുനോട്ടം, കണ്ണിന് ഇടക്കണ്ണിട്ടാൽ പോലും ആരും അറിയുന്നില്ല ആ നോക്കിയത്, പക്ഷേ അള്ളാഹു അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, അവൻ്റെ മനസ്സ് സൂക്ഷിച്ചു വെച്ച എല്ലാ സീക്രറ്റുകളും അവൻ അറിയുന്നു എന്നുള്ളത്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് വേണം ഇതിന്ന് പിന്മാറാൻ വേണ്ടി മനസ്സ് കൊണ്ടുവരാൻ. കാരണം ഇതൊരു നന്മയാക്കി മാറ്റാൻ കഴിയും സുഹൃത്തുക്കൾ. വലാ തഖറബു സിന. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ഫസ്റ്റ് സൈറ്റ്. ഞാൻ നേരത്തെ പറയാറുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ അതാണ് ഫസ്റ്റ്. ആ എക്സ്പോഷർ അങ്ങോട്ട് കട്ട് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്യുക? ഫസ്റ്റ് സൈറ്റാണ്, ആദ്യത്തെ കാഴ്ച. ഒരു വട്ടം നോക്കി അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ നിർത്താൻ കഴിയണം, അവിടുന്ന് എക്സിറ്റ് ആകാൻ കഴിയണം. ആ ഒരു പേജ് അങ്ങോട്ട് എറിയാൻ പറ്റണം. ഇപ്പം എങ്ങനല്ലേ അങ്ങോട്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് സൈറ്റിൽ നിർത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവിടുന്ന് ഫസ്റ്റ് സൈറ്റിൽ നിന്ന് തിരിഞ്ഞു പോയോ സുഹൃത്തുക്കളെ, എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് പിന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു കാര്യം ബെഡ്റൂമാണ്. നമ്മളെ ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഏരിയ നമ്മൾ ബെഡ്റൂമാണ്. പക്ഷെ ബെഡ്റൂം നമ്മൾ തീരുമാനമെടുക്കുന്നത് വെച്ചാൽ ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രമേ ആ ബെഡ്റൂം ഉപയോഗിക്കാവൂ. ഇപ്പോൾ പ്രശ്നമല്ല, ബെഡ്റൂം കയറിയിട്ട് എല്ലാ പണിയെടുക്കണേ. അപ്പോൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കും ഞാൻ എന്ത് ചെയ്യും? ഇപ്പം സാധാരണ ഉറങ്ങാൻ നേരത്തെ മൊബൈലിലോട്ട് ഓഫാക്കല്ലേ? ഇപ്പോൾ എല്ലാവരും ഓഫാക്കല്ലേ? അതേപോലെ ഞാൻ ഉറങ്ങാൻ നേരത്തല്ല, ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ ഞാൻ മൊബൈൽ ഡാറ്റ ഓഫാക്കും തീരുമാനിച്ചാളെ. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ നിർത്താൻ പറ്റും. പിന്നെ എന്താ പറയുക, ശരിക്കും റുട്ടീൻ നമുക്ക് ഉണ്ടാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ശരിക്കൊരു ഫെയർ റുട്ടീൻ നമ്മൾ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഉറങ്ങി എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ കൃത്യമായ റുട്ടീൻ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവണം സുഹൃത്തുക്കളെ. ആ റുട്ടീനിൽ എന്ത് വേണം? നമസ്കാരം വേണം. എപ്പോഴാണ് എവിടെ നിസ്കരിക്കുക? കാരണം നിസ്കാരത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. നിസ്കാരം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന മുഴുവൻ മോശപ്പെട്ട കാര്യത്തിൽ എന്ത് ചെയ്യും? അത് തട്ടിമാറ്റും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാം ലേച്ഛമായ മോശപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യും?
നമസ്കാരം നമ്മൾ തടയും. അതെന്ത് ചെയ്യണം? ആ നമസ്കാരം നമ്മൾ അജണ്ടയിലുണ്ടാവണം. നമ്മുടെ നേരത്തെ പറഞ്ഞ റുട്ടീനിൽ അത് ഉണ്ടാവുക തന്നെ വേണം. പിന്നെന്താണെന്നറിയോ? നമ്മൾ തിരിച്ച് നടക്കണം സുഹൃത്തുക്കളെ. നമ്മളൊക്കെ ഒരു ദിവസം അള്ളാഹുവിലേക്ക് മടങ്ങും അല്ലേ? ഉറപ്പല്ലേ? ഏറ്റവും ഉറപ്പുള്ള സംഗതി എന്താ? മരിക്കുന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അല്ലേ? ആ മരണത്തിന് മുമ്പേ അള്ളാഹുവിലേക്ക് മടങ്ങുക. റിട്ടേൺ ടു അൽമൈറ്റി അള്ളാഹ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായി ഏറ്റെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ നബി എന്ന് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ആയത്ത് മതി മനസ്സിന് ഭയങ്കരമായ കുളിർമ കിട്ടാൻ. ഖുൽ നബിയെ ഇനി പറഞ്ഞു കൊടുക്കണേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ആത്മാവിനോട് ആരാണോ അതിക്രമം പ്രവർത്തിച്ചവർ അവിടെ പറഞ്ഞു കൊടുക്കണേ എന്ത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കൊണ്ട് ഒരിക്കൽ നിരാശാവരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവൻ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നു. വഇന്നഹു, ആരാണ് അള്ളാഹു? ഹുവൽ ഗഫൂറുർ റഹീം. അങ്ങേയറ്റത്തെ പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. ഇനി അടുത്ത ആയത്ത് പറഞ്ഞു തരട്ടെ സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ ഞെട്ടും, ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആ ആയത്ത് ഇങ്ങനെയാണ്. എന്താണ് ആയത്ത്? ആയത്തിലേക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഇല്ലാ മൻ താബ. അങ്ങനെ ആരാണോ അള്ളാഹുവിലേക്ക് തിരിച്ച് നടങ്ങുന്നവൻ, എന്നിട്ട് വആമന, വിശ്വസിക്കണം, ഇത് ശരിയാണ്, അള്ളാഹു വിശ്വസിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടി വിശ്വാസം ഉറപ്പിച്ച് വആമന വഅമില സ്വാലിഹൻ, എന്നിട്ട് നന്നാക്കുകയാണ്, അവൻ്റെ പിന്നീടുള്ള ജീവിതത്തെ നന്നാക്കുകയാണ്, എല്ലാ പ്രവൃത്തിയും നന്നാക്കുക. അങ്ങനെ നന്നാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവൻ്റെ എല്ലാ പാപങ്ങളും എന്ത് ചെയ്യുന്നറിയോ? ഹസനാത്തായിട്ട് മാറ്റിക്കളയും. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം? ആയത്തിന് അവസാനം അല്ലാഹു ഗഫൂറുർ റഹീമ. അള്ളാഹു അങ്ങേറ്റം ഗഫൂറാണ്, അങ്ങേറ്റം റഹീമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത ചിത്രങ്ങൾ, തെറ്റിൻ്റെ കൂമ്പാരങ്ങൾ അള്ളാഹു മറിച്ചിട്ട് നന്മയൊക്കെ മാറ്റിക്കളയും. എങ്ങനെ? അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുകയും വിശ്വസിക്കുകയും കാര്യങ്ങൾ നന്നാക്കി ചെയ്താൽ അള്ളാഹു അതിലേക്ക് തിരും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിന് വേണ്ട എന്താണെന്നറിയോ? ഒരു സഹായം, ഒരു കൈ സഹായം നമുക്ക് വേണം. അത് ആരുടെ സഹായം വേണ്ട. ആരുടെ സഹായം വേണ്ടത്? അള്ളാഹുവിൻ്റെ സഹായമാണ്. കാരണം നമ്മൾ ബലഹീനരാണ്. നമ്മുടെ ഖൽബ് എപ്പോഴും മാറി മറിയും. ഇപ്പം കേൾക്കുന്ന പോലെ ആവില്ല. റൂമൊക്കെ കണ്ട് എത്തിയാൽ മറിയും. വീട്ടിലെത്തിയാൽ 2-3 ദിവസം കഴിഞ്ഞാലേ ഇതിന് മാറും. ഈ ചിന്തയും കാര്യങ്ങളൊക്കെ മാറും. ഈ മാറുന്നതിന് മുന്നേ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ നടിപ്പിക്കണം. എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണം. എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. പഠിച്ചോനെ, ഞാൻ അങ്ങേയറ്റം ബലഹീനനാണ്. ഏത് ദുർബല നിമിഷം ഞാൻ പെട്ടുപോയവനാണ്. പെട്ടുപോയിട്ടുണ്ട്. ഇനി പെടുത്തരുതേ പഠിച്ചോനെ, എന്നെ പിടിച്ചു നിർത്തണേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിലേക്ക് കൈകൾ ഉയരട്ടെ സുഹൃത്തുക്കൾ. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാലേ അള്ളാഹു ആ കൈനെ വെറുതെ വിടില്ല. അള്ളാഹുവിന് കുറവാണ്. അള്ളാഹു ലജ്ജിക്കുന്നു. എങ്ങനെ? കൈകൾ ഉയർത്തിയിട്ട് വെറും കൈയോടെ അവനെ വിടാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അതുകൊണ്ട് കൈകൾ ഉയർത്തിച്ച് പ്രാർത്ഥിച്ചോളി, പഠിച്ചോനെ എന്നെ സഹായിക്കണേ. അതേപോലെ ഒരൊറ്റ പ്രാർത്ഥന സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥന മനസ്സിൽ വെക്കണം. ഇതിൽ ഈ പ്രാർത്ഥന ഒന്ന് സ്ക്രീൻഷോട്ടായി വെക്കണം. ആ പ്രാർത്ഥന ഒന്ന് പറയാം. എന്താണെന്നറിയോ? തോബ ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ചെയ്തു പോയ, കണ്ടുപോയ അശ്ലീലതകൾക്ക് അതിന് തിരശ്ശീലയിടുമ്പോൾ ഇത് പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? ഉറപ്പിച്ചിട്ട് അത് നിർത്തിക്കോളൂ സുഹൃത്ത്. എന്താ പ്രാർത്ഥന എന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞാൻ പൊറുക്കലിനെ തരണേ പഠിച്ചവനെ. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യായിട്ടുള്ള ഖയ്യൂമായിട്ടുള്ള ഏകനായ അള്ളാഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. വഅതൂബുലി, അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത് എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവൻ, നമ്മൾ സാധാരണ ഈ ഹദീസിൽ പറയുന്നത് എങ്ങനെയെന്നറിയോ? ഫൈൻ കാന ഫറ മിന സഹഫ്, അവൻ പിന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ വൻ പാപാണ്.
ആ പാപം ചെയ്താൽ പോലും ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇത് ഒരൊറ്റ തവണ മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കി, എന്നിട്ട് പ്രാർത്ഥിക്ക്. മനസ്സറിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.